മാത്രമാണോ കൊടുക്കുന്നേ? ആദ്യം ഞാനൊന്ന് വലിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് എല്ലാ കളറും കൊടുക്കാം. ഇവിടെ വെള്ള രണ്ടുപേരും പടംവരെയാണോ? നല്ല ഭംഗിയുണ്ടല്ലോ. കല്ലൊക്കെ കൊടുത്തിട്ട് കുറച്ച് നല്ല അടിപൊളി വൃത്തിയാണോ? കൊച്ചു പറയുന്നില്ല മോനെ? ചേട്ടായിയാ? ഇവിടെ ബ്ലൂ കളർ ഉള്ളതേ, അത് റെഡോ? നല്ല രസമുണ്ടോ? അമ്മ പോയാടാ, ജോലിക്ക് പോയാടാ? ഞാൻ പോവാ. നീ തന്നെ ജോലിക്ക് പോയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ നേരത്തെ പോയി കാണാതിരിക്കുന്നു. പോവാൻ വേണ്ടി റെഡി. ഇന്ന് താമസിച്ചു പോയി കുറച്ച്. എടീ, ഇത് ഞാനും വരുന്നുണ്ട്. എന്റെ വണ്ടിക്ക് എണ്ണ അടിക്കണം, പെട്രോൾ അടിക്കാനുണ്ട്. നമുക്ക് ഒന്നിച്ചു പോവാം. ഞാൻ പോകുന്ന കൊണ്ട് വിടാ തന്നെ. അപ്പൊ എന്തുകൊണ്ടാ ആൾക്കാർ പെട്രോൾ പമ്പ് എന്ന് വിളിക്കുന്നത്? എടാ, അത് പെട്രോൾ അടിക്കാൻ പോകുന്നതായിരിക്കും പെട്രോൾ പമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡീസലും കൂടി ഇല്ലേ? അപ്പൊ ആൾക്കാർ ഡീസൽ പമ്പ് എന്ന് വിളിക്കാത്ത എന്തുകൊണ്ടാ? നീ പറഞ്ഞത് ശരിയാ. എന്നാ അതിനൊരു പരിഹാരമായിട്ട് ഇങ്ങനെ ചെയ്യാം. പെട്രോൾ അടിക്കാൻ പോകുന്നത് പെട്രോൾ പമ്പെന്നും ഡീസൽ അടിക്കാൻ പോകുന്നത് ഡീസൽ പമ്പെന്നും വിളിക്കട്ടെ. അപ്പൊ അതിന് തീരുമാനമായില്ലേ? പിന്നെ രണ്ടുപേരും കൂടി ഇന്ന് പഠിച്ചോണം. വെറുതെ സമയം കളഞ്ഞിട്ടില്ല. എന്തായാലും പിന്നെ ഭക്ഷണമൊക്കെ എടുത്ത് ജീവന് കൊടുത്തേക്കണം. ജീവൻ ചിലത് കഴിക്കാൻ മടിയാ ഫുഡ്. അതുകൊണ്ട് എന്തായാലും ഭക്ഷണം എടുത്ത് കൊടുത്തേക്കണം. മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം കേട്ടോ. അന്ന് ഞാൻ പോട്ടെ. ഞങ്ങളെല്ലാം ഒന്നുകൊണ്ട് പഠിക്കണം. ധൈര്യമായിട്ട് പോയിട്ട് വന്നേക്ക്. ചേട്ടായി അമ്മ പോയി, നമുക്ക് സിനിമക്ക് പോവാ. എടാ, അമ്മ വഴക്ക് പറയടാ. പപ്പനെ കൂട്ടിക്കൊണ്ട് പോവാ ചേട്ടായി. എടാ, പപ്പ ഇപ്പം വരും. പപ്പനെ നമുക്ക് സോപ്പ് ഇട്ട് പോവാം. എടാ, പപ്പ വരുന്നുണ്ടാ. നിങ്ങൾ രണ്ടുപേരും പഠിച്ചോ? പഠിച്ചോ? പപ്പ ഇന്ന് അവധി ദിവസം, നമുക്ക് സിനിമക്ക് പോയാലോ? എടാ, അമ്മ ഇന്ന് പോയ അമ്മ വഴക്ക് പറയും. വീട്ടിൽ നിന്ന് പഠിക്കാൻ നോക്ക്. അമ്മ ഇവിടെ എത്തുന്ന മുമ്പേ നമുക്ക് പോയിട്ട് വരാം. പ്ലീസ് അപ്പ, നമുക്ക് പോകാല്ലേ? പോകാം. ഇന്ന് രണ്ടുപേരും ഇരുന്ന് ഭയങ്കര പഠനമാണല്ലോ. എന്ത് പറ്റി? ഇന്ന് കുറെ ഹോംവർക്ക് തന്നിട്ടുണ്ടോ? സ്കൂളിലത്തെ ആണോ അല്ലെങ്കിൽ പപ്പ കുറെ ഹോംവർക്കിൽ ഇട്ട് തന്നോ? രണ്ടുപേരും നല്ല പഠനമാണല്ലോ. എനിക്ക് കുറെ പഠിക്കാനുണ്ട് ചേട്ടായി. നമ്മള് സിനിമക്ക് പോയ കാര്യം അമ്മനോട് പറയാം. എനിക്ക് എന്താ വിഷമ? നമ്മള് പറയണ്ട. നമ്മളെ വഴക്ക് പറയും. എന്നാ മക്കളെ നിങ്ങൾ പറയുന്നേ? അപ്പൊ ജീവൻ പറയാ നമ്മൾ സിനിമയ്ക്ക് പോയ കാര്യമില്ലേ, അമ്മയോട് പറയാന്ന്. അമ്മയോട് പറഞ്ഞ് ചതിച്ചേക്കല്ലേ? അമ്മ അറിയണ്ട നമ്മൾ പോയല്ലേ? അത് സാരമില്ല. ഇന്ന് നിങ്ങളെല്ലാരും കൂടെ ഉച്ചിട്ട് ഇരുന്ന് ശരിക്കും രണ്ടുപേരോട് ഇരുന്ന് പഠിച്ചല്ലോ അല്ലേ? നല്ല അനുസരണയുള്ള മക്കള്, ഇങ്ങനെ പറഞ്ഞ നല്ല പഠനവും എല്ലാം ആയിട്ട്. അപ്പൊ ഇതെന്നതാടാ? ഞാൻ അപ്പോഴും പറഞ്ഞല്ലേ ആ ടിക്കറ്റ് കളഞ്ഞിട്ടല്ലേ അവിടുന്ന്. അവിടെ കളയെന്ന് വെച്ച പിന്നെ ഞാനൊക്കെ മറന്നു പോയി. എന്നാ പറയാനാ, അമ്മ എന്താ കയ്യിൽ പിടിച്ചു. ഇന്ന് നിങ്ങൾ സിനിമയ്ക്ക് പോയല്ലേ? എന്നോട് കള്ളം പറഞ്ഞിട്ട് സിനിമയ്ക്ക് ആയിക്കോട്ടെ. ഇതിന് ഞാൻ പ്രതികാരം ചെയ്തോളാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് അടുത്ത ഈ ആഴ്ച പോയിട്ട് സിനിമയും കണ്ട് ഫുഡും കഴിച്ച് ഞങ്ങൾ അടിച്ചു പൊളിച്ച് വൈകുന്നേരം ഞാൻ ഇവിടെ
കറങ്ങിയിട്ട് വന്നടാ, നമ്മളൊന്നും കൂട്ടാതെ പോയി. അത് പറ്റില്ല അമ്മ, നമ്മളും കൂടെ ഒന്ന് കൂറ്റണായിരുന്നു. നിങ്ങൾ എന്നെ കൂട്ടാതെ സിനിമയ്ക്ക് പോയില്ലേ? എന്നെ നിങ്ങൾ വിളിച്ചോ? 3 പേരോട് ഒറ്റ ടണ്ണ് പോയി സിനിമ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തമ്മിൽ എന്നോടൊരു വാക്ക് പറയത്തില്ലായിരുന്നു അമ്മ സിനിമയ്ക്ക് പോകാന്ന്. ഞാൻ ലീവ് എടുക്കില്ലായിരുന്നു, എനിക്കും ആഗ്രഹമില്ലേ സിനിമയ്ക്ക് പോകണമെന്ന്. അതിന് ഇത് നിങ്ങൾക്ക് ഒരു പാഠമായിട്ടുണ്ട്. ഇനി മേലിൽ എന്നോട് പറയാതെ സിനിമയ്ക്ക് പോകരുത്, മനസ്സിലാകുക?